ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം. ഇന്നൽ ഹംദലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അപ്പം വായന തുടരുകയാണ്. അദ്ദാഉ വദ്ദവാഉ, രോഗവും ചികിത്സയും. ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ളയുടെ പുസ്തകം. ഫസ്ലുൻ, അധ്യായം അദ്ദുആഉ വൽ ഖദ്ർ, ദുആഉം ഖദ്റും. വഹാഹുനാ സുആലുൻ മഷ്ഹൂറുൻ ഹുവ, ഇവിടെ ഒരു സാധാരണമായ ഒരു ചോദ്യമുണ്ട്. അതിതാണ്: അന്നൽ മദ്ഊവ ബിഹി ഇൻ കാന ഖദ് ഖുദ്ദിറ ലം യകുൻ ബുദ്ദ മിൻ ബുഖൂഇഹി. എന്തുകൊണ്ട് ദുആ ചെയ്യുന്നുവോ അത് വിധിച്ചിട്ടുണ്ടെങ്കിൽ, എന്തിനു വേണ്ടിയാണ് ദുആ ചെയ്യുന്നത്, അത് വിധിച്ചിട്ടുണ്ടെങ്കിൽ അതെന്തായാലും സംഭവിക്കും. ദഅ ബിഹിൽ അബ്ദു ഔ ലം യദു, അടിമ അതുകൊണ്ട് ദുആ ചെയ്താലും ചെയ്തിട്ടില്ലെങ്കിലും ആ അല്ലാഹു എന്താണോ വിധിച്ചത് അതെന്തായാലും സംഭവിക്കും. വഇൻ ലം യകുൻ ഖദ് ഖുദ്ദിറ ലം യഖ, അത് അല്ലാഹു വിധിച്ചിട്ടില്ലെങ്കിൽ അത് സംഭവിക്കുകയില്ല. സവാഉൻ സഅലഹുൽ അബ്ദു ഔ ലം യസ്അൽഹു, ആ അടിമ അതിനോട് അത് ചോദിച്ചിട്ടുണ്ടെങ്കിലും അത് ചോദിച്ചിട്ടില്ലെങ്കിലും. അപ്പോൾ ചിലർ പറയുന്ന ഒരു സംശയമാണിത്, ഒരു ചോദ്യമാണിത്: ദുആ ചെയ്താലും ചെയ്തിട്ടില്ലെങ്കിലും അള്ളാഹു വിധിച്ചത് എന്തായാലും സംഭവിക്കുമെന്ന്. അപ്പോൾ ഷെയ്ഖ് ഫൗസാൻ ഹഫിദഹുല്ലാഹ് ഇതിനെക്കുറിച്ച് പറയുന്നു, ഈ സംശയം അപകടകരമാണ്. കാരണം ഇതുപോലത്തെ സംശയങ്ങൾ ആളുകൾക്ക് ദുആ ചെയ്യുന്നതിൽ നിന്ന് നിരുത്സാഹപ്പെടുത്തുന്നു. ദുആ ചെയ്യുന്നത് ഏറ്റവും പ്രയോജനകരമായ ശമനമാണ്. എന്നിട്ട് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്നു, ഫളന്നത് ത്വായിഫത്തുൻ സിഹത്ത് ഹാസ സുആൽ, ഈ ചോദ്യത്തെ ഒരു വിഭാഗം ശരിവെക്കുന്നു. ഇവിടെ ഉദ്ദേശം ഒരു വിഭാഗം സൂഫികൾ. ഫതറക്കത്തി ദുആ, അവരെന്നിട്ട് ദുആ ഉപേക്ഷിക്കുന്നു. വഖാലത്ത്, അവർ പറയുന്നു, ലാ ഫായിദത ഫീഹി, ഈ ദുആക്ക് പ്രയോജനമില്ല. വഹഉലാഇ മഅ ഫർതി ജഹ്ലിഹിം വദലാലിഹിം, ഈ കൂട്ടർ അവരുടെ വിവരക്കേടിലും അവരുടെ ദലാലത്തിലും അവരുടെ ദുർമാർഗത്തിലും അമിതമായി പോയിട്ടുണ്ട്. മുതനാഖിദൂന, അവർ സ്വന്തത്തോട് തന്നെ വൈരുദ്ധ്യത്തിലാണ്. ഫഇന്ന തർദ മദ്ഹബിഹിം യൂജിബു തഅദീല ജമീഇൽ അസ്ബാബി, അവരുടെ അഭിപ്രായ പ്രകാരം ഇത് പ്രയോഗവൽക്കരിച്ചാൽ അവർ കാരണങ്ങളെയൊക്കെ ഉപേക്ഷിക്കുന്നു. ഷെയ്ഖ് ഫൗസാൻ ഹഫിദഹുല്ലാഹ് പറയുന്നു, അതുകൊണ്ട് ഈ കൂട്ടർ വഴികേടിലാണ്. അവർ പറയുന്നു, അവരുടെ വാദം ദുആക്ക് പ്രയോജനമില്ല എന്നാണ്. ദുആ ചെയ്തില്ലെങ്കിലും വിധിച്ചത് സംഭവിക്കും, വിധിച്ചിട്ടില്ലെങ്കിലും അത് ദുആ ചെയ്താലും സംഭവിക്കില്ല. ഇവർ വ്യക്തമായ വഴികേടിലാണ്. അള്ളാഹു ദുആ ചെയ്യാൻ കൽപ്പിച്ചിട്ടുണ്ട്. ആ ദുആ ഒരു മാർഗമാണ്, ഒരു കാരണമാണ്. അള്ളാഹു മാർഗങ്ങൾ സ്വീകരിക്കാൻ കൽപ്പിച്ചിട്ടുണ്ട്. അള്ളാഹു നമ്മോട് വെറുതെ ഇരുന്ന് വിധിക്ക് കാത്തു നിൽക്കാൻ പറഞ്ഞിട്ടില്ല. ഫയുഖാലു ലി അഹദിഹിം, അപ്പോൾ അവരിൽ ഒരാളോട് ഇങ്ങനെ പറയണം. അവരെങ്ങനെ വിമർശിക്കാം? ഈ വാദത്തെ എങ്ങനെ വിമർശിക്കാം? ദുആ ചെയ്താലും ദുആ ചെയ്തിട്ടില്ലെങ്കിലും അള്ളാഹു വിധിച്ചിട്ടുണ്ടെങ്കിൽ അത് സംഭവിക്കും. ഇവരെങ്ങനെയാണ് നമുക്ക് വിമർശിക്കാൻ പറ്റാം? ഇൻ കാന ശബഉ വറയ്യു ഖദ് ഖുദ്ദിറ ലക ഫലാ ബുദ്ദ മിൻ ദുഖൂഇഹി, ഭക്ഷണം കൊണ്ട് തൃപ്തിപ്പെടുക, ദാഹം കൊണ്ട് ശമിക്കുക, ഇത് നിനക്ക് വിധിച്ചിട്ടുണ്ടെങ്കിൽ അതെന്തായാലും സംഭവിക്കും. അകൽത ഔലം തഅക്കുൽ, നീ ഭക്ഷണം കഴിച്ചാലും കഴിച്ചിട്ടില്ലെങ്കിലും. വഇല്ലം യുഖദ്ദിറ ലം യഖാ, ഇനി അത് വിധിച്ചിട്ടില്ലെങ്കിൽ അത് സംഭവിക്കുകയില്ല. അകൽത ഔലം തഅക്കുൽ, നീ ഭക്ഷണം കഴിച്ചാലും കഴിച്ചിട്ടില്ലെങ്കിലും. അപ്പോൾ ഭക്ഷണം കഴിക്കാനും അതുവഴി നമുക്ക് ശമനം കിട്ടുന്നതും അതുവഴി നമ്മൾ തൃപ്തിപ്പെടുന്നതും, വെള്ളം കുടിക്കുകയും അതുവഴി ദാഹം ശമിക്കുന്നതും നമുക്ക് വിധിച്ചിട്ടുണ്ടെങ്കിൽ അതെന്തായാലും സംഭവിക്കും. അത് ഭക്ഷണം കഴിച്ചാലും കഴിച്ചിട്ടില്ലെങ്കിലും സംഭവിക്കും. അങ്ങനെ അവരോട് പറയുക.
അങ്ങനെ സംഭവിക്കൂലല്ലോ. നമ്മൾ ഭക്ഷണം കഴിക്കണമല്ലോ. ഭക്ഷണം നമുക്ക് തൃപ്തിയോടെ വയറ് നിറഞ്ഞാണ് ആണെങ്കിൽ നമ്മൾ ഭക്ഷണം കഴിക്കണം. നമ്മളെ ദാഹം ശമിക്കണമെങ്കിൽ നമ്മൾ വെള്ളം കുടിക്കണം. പക്ഷെ അതൊന്നും ഇല്ലാതെ തന്നെ ഭക്ഷണം കഴിക്കാതെയും വെള്ളം കുടിക്കാതെയും നമുക്ക് എന്താണ്, നമ്മളെ വിശപ്പിന് നമ്മൾക്ക് തൃപ്തിയാവും, നമ്മളെ ദാഹം ശമനമാവും എന്ന് പറയില്ലല്ലോ. വൈൻകാനൽ വലതു ഉത്തരലക്ക, അവരോട് ഇങ്ങനെയും പറയാം, നിനക്കൊരു കുട്ടി വിധിച്ചിട്ടുണ്ടെങ്കിൽ ഫലബുദ്ധ മിൻഹു വത്തിയത്ത അസൗജത്ത, നീ ഇണയോട് ബന്ധപ്പെട്ടാലും അവിൽ അമ്മത്ത അടിമയോടും ഔലം തത്ത, നീ ബന്ധപ്പെട്ടിട്ടില്ലെങ്കിലും നിനക്കൊരു കുട്ടി വിധിച്ചിട്ടുണ്ടെങ്കിൽ നിനക്ക് എന്തായാലും ആ കുട്ടിയെ ലഭിക്കും. ഇങ്ങനെ സംഭവിക്കൂലല്ലോ. വൈലം യുക്കദ്ദിറ ലം യകുൻ, ഇനി വിധിച്ചിട്ടില്ലെങ്കിലോ കിട്ടുകയില്ല. ഇവിടെ ഇണയായിട്ടോ അടിമയായിട്ടോ ബന്ധപ്പെടണം എന്നുള്ള വിഷയം വരുന്നില്ല. ഫലാ ഹാജത ഇല തസ്വീജ് വത്തസറി, ഇവിടെ വിവാഹം കഴിക്കേണ്ട ആവശ്യം വരുന്നില്ല. നിനക്ക് കുട്ടിയെ വിധിച്ചിട്ടുണ്ടെങ്കിൽ നിനക്ക് കുട്ടിയെ കിട്ടും. ഇണയുമായിട്ട് ബന്ധപ്പെടേണ്ട ആവശ്യമില്ല. വഹലും വജറ, ഇങ്ങനെ കുറെ ഉദാഹരണങ്ങൾ നമുക്ക് നൽകാൻ പറ്റും ഇവരെ വിമർശിക്കാൻ. അപ്പോൾ കാരണങ്ങൾ ഉണ്ടായാലേ ഫലം ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് ഷെയ്ഖ് ഫൗസാൻ ഹഫീദുല്ലാഹ് പറയുന്നു, ഇത് സൂഫികളുടെ നാവിൽ നിന്ന് വരുന്നതാണ്. ദുആക്ക് പ്രയോജനമില്ല എന്ന വസ്തുത. വിധിച്ചാൽ സംഭവിക്കും, വിധിച്ചിട്ടില്ലെങ്കിൽ സംഭവിക്കില്ല. ഇവർ സംശയത്തിലാണ്. ഷെയ്ഖ് ഫൗസാൻ ഹഫീദുല്ലാഹ് എന്നിട്ടൊരു ഇവരെ വിമർശിക്കാൻ ഒരു കാര്യം പറയുന്നു. ഇവർക്കെതിരെ ആരെങ്കിലും പീഡിപ്പിച്ചാൽ, ഒരു പീഡനം നടത്തിയാൽ അവർ പറയുമോ ഇത് വിധിച്ചതാണ് എന്ന് പറഞ്ഞവർ വെറുതെ ഇരിക്കുമോ? അവർ ഈ പീഡനത്തിന് പ്രതികാരം ചോദിക്കില്ലേ? അധികാരികളെ കാണുകയില്ലേ? പോലീസിനെ കാണുകയില്ലേ? കോടതി കയറുകയില്ലേ? ഇവരുടെ വാദപ്രകാരം ആണെങ്കിലോ ദുആ ചെയ്താലും ചെയ്തിട്ടില്ലെങ്കിലും അല്ലാഹ് വിധിച്ചത് എന്തായാലും സംഭവിക്കുമെന്ന വാദപ്രകാരമാണെങ്കിൽ ഇവർ ഇതൊന്നും ചെയ്യാൻ പാടില്ല. ഈ മാർഗങ്ങളൊക്കെ ഉപേക്ഷിക്കണം. അവർ ഭക്ഷണം കഴിക്കരുത്, അവർ വെള്ളം കുടിക്കരുത്, അവർ വിവാഹം കഴിക്കരുത്, അവർ ഡോക്ടറെ കാണരുത്. കാരണം ഇതൊന്നും ചെയ്തിട്ടില്ലെങ്കിലും അവരുടെ വാദപ്രകാരം എല്ലാം വിധിക്കും. അപ്പോൾ ഇത് ശരിയല്ലല്ലോ. ബാറക്കല്ലാഹു ഫീക്കും. ഫഹൽ യഖൂലു ഹാദ ആഖിലുൻ ഔ ആദമിയുൻ, അപ്പോൾ പറയുമോ ഇക്കൂട്ടർക്ക് ബുദ്ധിയുണ്ട് എന്ന്, അല്ലെങ്കിൽ ഇവർ ഒരു മനുഷ്യനാണ് എന്ന്. ബലിൽ ഹയവാനുൽ ബഹീമു മഫ്തൂറുൻ അലാ മുബാശറത്തിൽ അസ്ബാബി, എന്നാൽ മൃഗങ്ങളും കന്നുകാലികൾ പോലും സൃഷ്ടിക്കപ്പെട്ടത് കാരണങ്ങൾ നടപ്പിലാക്കാനാണ്. അല്ലതീ ബിഹാ കിവാമുഹു, അതുകൊണ്ട് അവർ നിലനിൽക്കുന്നു. വഹയാത്തുഹു, അവർ ജീവിക്കുന്നു. ഫൽഹയവാനാത്തു അഅ്കലു വഅഫ്ഹമു മിൻ ഹൗലായി, എന്നാൽ ഈ മൃഗങ്ങളാണ് ഏറ്റവും ബുദ്ധിയുള്ളവരും ഏറ്റവും മനസ്സിലാക്കുന്നവരും ഇക്കൂട്ടരേക്കാൾ. അല്ലദീനഹും കൽ അൻആമി ബൽ ഹും അദല്ലു സബീല, എന്നാൽ ഇവർ കന്നുകാലികളെ പോലെയാണ്, എന്നാൽ അല്ല, മറിച്ച് അവരെക്കാൾ വഴികേടിലാണ്. വതകായസ ബഅ്ദുഹും വഖാല, ഇനി ചില സാമർത്ഥ്യക്കാർ പറയും, അൽ ഇസ്തിഗാലു ബിദ്ദുആഇ മിൻ ബാബി തഅബ്ബുദിൽ മഹ്ദി, ദുആ എന്നത് ദുആയിൽ വ്യാപൃതമാകുന്നത് ഒരാരാധനയാണ്. യുസീബുല്ലാഹു അലൈഹി ദാഇയ, ദുആ ചെയ്യുന്ന ആൾക്ക് അല്ലാഹു പ്രതിഫലം നൽകുന്നു. മിൻ ഗൈരി അൻ യകൂന ലഹു തഗ്സീറുൻ ഫിൽ മത്ലൂബി ബിവജ്ഹിമ്മ, അതിനെ ഫലം കാണുന്നില്ലെങ്കിൽ അത് ഫലത്തെ ബാധിക്കില്ല. വലാ ഫർഖ ഇൻദ ഹാദൽ മുതഖയ്യിസി ബൈന ദുആഇ, ഈ സാമർത്ഥ്യക്കാർക്ക് വ്യത്യാസമില്ല ദുആഉം വൽ ഇംസാക്കി അൻഹു ബിൽ ഖൽബി വൽ ലിസാനി ഫി തഅസീരി ഫി ഹുസൂലിൽ മത്ലൂബി, ദുആ ചെയ്യുന്നതും അല്ലെങ്കിൽ നാവിനെയും ഹൃദയത്തെയും ദുആ ചെയ്യുന്നതിൽ നിന്ന് തടയുന്നതും തമ്മിൽ ഇവർക്ക് വ്യത്യാസമില്ല, അത് ഫലത്തെ ബാധിക്കില്ല എന്നതാണ് ഇവരുടെ അഭിപ്രായം. വഇർതിബാതു ദുആഇ ഇൻദഹും, അവരുടെ അടുക്കൽ ദുആ ബന്ധപ്പെടുന്നത് കർതിബാതി സുകൂതി, മിണ്ടാതിരിക്കുന്നത് പോലെയാണ്. വലാ ഫർഖ്, ഒരു വ്യത്യാസവുമില്ല. വഖാല ത്വായിഫത്തുൽ ഉഖ്റ, മറ്റൊരു വിഭാഗം പറയുന്നു, അഖിയസു മിൻ ഹൗലാ, ഇക്കൂട്ടരേക്കാൾ സാമർത്ഥ്യക്കാരാണ്. ബലി ദുആഉ അലാമത്തുൻ മുജറദുൻ,
ദുആ ഒരു അടയാളമാണ്. നസബഹല്ലാഹു സുബ്ഹാനഹു അമാറത്തൻ അലാ ഖദാഇൽ ഹാജത്തി, അവന്റെ ആവശ്യ പൂർത്തീകരണത്തിന് വേണ്ടി അള്ളാഹു വെച്ച ഒരു അടയാളമാണ്. ഫമതാ ഉഫിഖൽ അബ്ദു ലിദ്ദുആഇ, എപ്പോഴാണ് അടിമ ദുആ കൊണ്ട് വിജയിക്കുന്നു, കാന ദാലിക അലാമത്തൻ, അത് ഒരു അടയാളമാണ് അവന്, വ അമാറത്തൻ, ഒരു സൂചനയുമാണ്, അല അന്ന ഹാജതഹു ഖദ് ഇൻഖദത്, അവന്റെ ആവശ്യത്തിന് അത് സംഭവിക്കുന്നു, അത് അല്ലാഹു വിധിക്കുന്നു. വഹാദാ കമാ ഇദാ റഅയ്ത ഗൈമൻ അസ്വദ ബാരിദൻ, ഇത് നിങ്ങൾ കാണുന്നത് പോലെയാണ് ഒരു കറുത്ത മേഘം, ഫീ സമനി ശിത്തായി, ശീതകാലത്ത്, ഫഇന്ന ദാലിക ദലീലുൻ വ അലാമത്തുൻ അലാ അന്നഹു യുംതിറു. അപ്പോൾ കറുത്ത മേഘം നിങ്ങൾ കണ്ടാലും, ശീതകാലത്തിൽ കറുത്ത മേഘം കണ്ടാൽ, അപ്പോൾ അതൊരു തെളിവാണ്. ഫഇന്ന ദാലിക ദലീലുൻ, അതൊരു സൂചനയാണ്, വ അലാമത്തുൻ, അടയാളമാണ്, അലാ അന്നഹു യുംതിറു, മഴ പെയ്യാൻ പോവുകയാണ് എന്ന്. ബാറകല്ലാഹു ഫീക്കും. ഖാലു, അവർ പറയുന്നു, വഹാകദാ ഹുക്മു തഅതി മഅ സവാബി, ഇതുപോലെയാണ് അനുസരണത്തിന്റെ നിയമം പ്രതിഫലത്തിന്റെ കൂടെ, വൽ കുഫ്റു വൽ മആസി മഅൽ ഇഖാബി, ശിക്ഷയുടെ കൂടെ അനുസരണക്കേടും കുഫ്റും നിഷേധവും, ഹിയ അമാറാത്തുൻ മുഹ്ദത്തുൻ ലിബുഖൂഇ സവാബി വൽ ഇഖാബി ലാ അന്നഹ അസ്ബാബു ലഹു, ഇതെല്ലാം സൂചനകളാണ്, അത് സംഭവിക്കുന്നത് പ്രതിഫലത്തിനും ശിക്ഷക്കും, അല്ലാതെ അതിന് കാരണങ്ങളൊന്നുമില്ല. അപ്പൊ ഇവരൊക്കെ കാരണങ്ങൾ നിഷേധിക്കുന്നവരാണ്, മാർഗങ്ങളെ നിഷേധിക്കുന്നവരാണ്. വഹാകദ ഇൻദഹുൽ കസ്റുമാൽ ഇൻകിസാർ, ഇതുപോലെയാണ് പൊട്ടുന്നതും പൊട്ടലും, വൽ ഹർഖുമാൽ ഇഹ്റാഖി, പൊള്ളലും പൊള്ളുന്നതും, വൽ ഇസ്ഹാഖുമാൽ ഖത്ലി, മരണത്തിന് ശേഷം ആത്മാവ് പുറത്തേക്ക് പോകുന്നതും, ലൈസ ശൈഉം മിൻ ദാലിക സബബൽ ബത്ത, ഇതൊന്നും കാര്യകാരണ ബന്ധങ്ങളല്ല. വലാ ഇർതിബാത ബൈനഹു വ ബൈന മാ യതറത്തബു അലൈഹി, ഇത് തമ്മിലൊന്നും യാതൊരു ബന്ധവുമില്ല, ഇല്ല മുജറദുൽ ഇഖ്തിറാനിൽ ആദിയ, സാധാരണ ബന്ധമല്ലാതെ, ലാ തഅസീറു സബബിയ്യു, ഇതൊന്നും കാരണമല്ല ഫലത്തിന്. വഹാലു, എന്നാൽ അവരോട് വിയോജിച്ചിരിക്കുന്നു, ബിദാലിക്കൽ ഹിസ്സി, ഇന്ദ്രിയങ്ങൾ, വൽ അഖ്ലി, ബുദ്ധി, വശറഅ്, ശരീഅത്ത്, അല്ലാഹുവിന്റെ നിയമങ്ങൾ, ഖുർആനും സുന്നത്തും, വൽ ഫിത്രത്ത്, മനുഷ്യന്റെ ഫിത്രത്ത്, വസായിറ തവായിഫിൽ ഉഖലാഉ, ബുദ്ധിയുള്ള വിഭാഗം, ബുദ്ധിയുള്ള ആളുകളും, വൽ അൽഹഖു അലൈഹിമുൽ ഉഖലാഉ, മറിച്ച് ബുദ്ധിയുള്ള ആളുകൾ അവരെ കുറിച്ച് ചിരിക്കുന്നതാണ്. വലി സവാബി, എന്നാൽ ശരിയായത്, അന്നഹാഹുന കിസ്മൻ സാലിസൻ, ഇവിടെ 3 ഇനങ്ങളുണ്ട്. ഗൈറമാ ദകറഹു സായിലു, ചോദ്യകർത്താവ് പറയാത്തത്, വഹുവ അന്ന ഹാദൽ മഖ്ദൂറ ഖുദ്ദിറ ബി അസ്ബാബി, ഇത് ഫലം കാണുന്നത് അതിന്റെ കാരണങ്ങൾ സംഭവിക്കുമ്പോഴാണ്. വമിൻ അസ്ബാബിഹി അദ്ദുആഇ, ആ കാരണമാണ് ദുആ. ഫലം യുഖദ്ദിറ മുജറദൻ അൻ സബബിഹി വലാകിൻ ഖുദ്ദിറ ബിസബബിഹി, അത് വിധിക്കപ്പെട്ടത് അതിന്റെ കാരണങ്ങൾ കൊണ്ടാണ്, അതിന്റെ കാരണമില്ലാതെ അത് സംഭവിക്കുകയില്ല. ഫമതാ അത്തൽ അബ്ദു ബിസബബി, എപ്പോഴാണ് അടിമ കാരണം പൂർത്തീകരിക്കുന്നത്, വഖഅൽ മഖ്ദൂർ, അപ്പോൾ അതിന്റെ ഫലം വരും. വമതാ ലം യഅതി ബിസബബി ഇൻതഫൽ മഖ്ദൂർ, എപ്പോഴാണ് അടിമ അതിന്റെ കാരണം പൂർത്തീകരിക്കാത്തത്, അപ്പോൾ അതിന്റെ ഫലം വരില്ല. വഹാദാ കമാ ഖുദ്ദിറ അശ്ശബഉ വറയ്യു ബിൽ അക്ലി വശുർബി വഖുദ്ദിറൽ വലദു ബിൽ വത്ഇ, ഇതുപോലെയാണ് നമുക്ക് വിശപ്പ് തൃപ്തിപ്പെടുന്നതും ദാഹം ശമിക്കുന്നതും നമ്മൾ ഭക്ഷണം കഴിച്ചിട്ടും നമ്മൾ വെള്ളം കുടിച്ചിട്ടുമാണ്. വഖുദ്ദിറൽ വലദു ബിൽ വത്ഇ, ഒരു കുട്ടിയെ കിട്ടുന്നത് ബന്ധപ്പെട്ടതിന് ശേഷമാണ്. വഖുദ്ദിറ ഹുസൂലു സർഇ ബിൽ ബദ്രി, കൃഷി സംഭവിക്കുന്നത് വിത്ത് നടുമ്പോഴാണ്, കൃഷി ലഭിക്കുന്നത് വിത്ത് നടുമ്പോഴാണ്. വഖുദ്ദിറ ഖുറൂജു നഫ്സിൽ ഹയവാനി ബിദബ്ഹി, ഒരു മൃഗം അതിന്റെ ആത്മാവ് പുറത്തേക്ക് പോകുന്നത് അതിനെ അറുക്കുമ്പോഴാണ്.
വകദാലിക ഖുദ്ദിറ ദുഖൂലുൽ ജന്നതി ബിൽ അഅമാലി, അപ്രകാരമാണ് സ്വർഗത്തിൽ പ്രവേശിക്കാൻ വിധിച്ചിരിക്കുന്നത് അവന്റെ കർമ്മങ്ങൾ കൊണ്ടാണ്. വദുഖൂലുൻ നാരി ബിൽ അഅമാലി, നരകത്തിൽ പ്രവേശിക്കുന്നത് അവന്റെ കർമ്മങ്ങൾ കൊണ്ടാണ്. വഹാദൽ ഖിസ്മു ഹുവൽ ഹഖ്, ഈ ഇനമാണ് സത്യമായിട്ടുള്ളത്. വഹാദല്ലദീ ഹുരിമഹു സ്സായിലു, ഇതാണ് ചോദ്യകർത്താവ് നഷ്ടപ്പെട്ടു പോയത്. വലം യുവഫ്ഫിഖ് ലഹു, അവൻ അതുകൊണ്ട് വിജയം ലഭിച്ചില്ല. അപ്പോൾ കാരണങ്ങളുണ്ട്, മാർഗങ്ങളുണ്ട്, അത് അള്ളാഹു വിധിച്ചതാണ്. അപ്പോൾ ഭക്ഷണം കഴിച്ചാലേ വിശപ്പ് മാറുള്ളൂ, വെള്ളം കുടിച്ചാലേ ദാഹം ശമിക്കുള്ളൂ, ഇണയുമായി ബന്ധപ്പെട്ടാലേ കുട്ടിയെ കിട്ടുകയുള്ളൂ, വിത്ത് നട്ടാലേ ചെടി വളരുകയുള്ളൂ. അങ്ങനെ കുറെ ഉദാഹരണങ്ങൾ തന്നല്ലോ. അതുപോലെ തന്നെയാണ് ഇത്. കർമ്മങ്ങളുടെ അടിസ്ഥാനത്തിലാണ് സ്വർഗത്തിൽ പ്രവേശിക്കുക, കർമ്മങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നരകത്തിൽ പ്രവേശിക്കുക. ബാറകല്ലാഹു ഫീക്കും. അദ്ദുആഉ മിൻ അഖ്വൽ അസ്ബാബി, ഏറ്റവും ശക്തമായ കാരണങ്ങളിൽപ്പെട്ടതാണ് ദുആ. വഹീനഇദിൻ ഫദ്ദുആഉ മിൻ അഖ്വൽ അസ്ബാബി, ദുആ കാരണങ്ങളിൽ ശക്തമായതാണ്. ഫൈദാ ഖുദ്ദിറ വുഖൂഉൽ മദ്ഊഇ ബിഹി ദുആഇ, അപ്പോൾ ദുആ ചെയ്യുമ്പോൾ അത് അള്ളാഹു വിധിച്ചതാണെങ്കിൽ അത് സംഭവിക്കും. ലം യസിഹ അൻ യുഖാലു, അവൻ പറയുന്നത് ഇങ്ങനെ പറയുന്നത് ശരിയല്ല. ലാ ഫായിദത ഫി ദുആഇ, ദുആക്ക് പ്രയോജനമില്ല എന്ന് അവൻ പറയരുത്. കമാ ലാ യുഖാലു, അവൻ പറയാൻ പാടില്ല എന്നതുപോലെ ലാ ഫായിദത ഫിൽ അക്ലി, തിന്നുന്നതിൽ പ്രയോജനമില്ല, ഭക്ഷണം കഴിക്കുന്നതിൽ പ്രയോജനമില്ല. വശുർബി, വെള്ളം കുടിക്കുന്നതിൽ പ്രയോജനമില്ല. വജമീൽ ഹറക്കാത്തി, മുഴുവൻ അനക്കങ്ങൾക്കും ചലനങ്ങൾക്കും പ്രയോജനമില്ല. വല അഅമാലി, കർമ്മങ്ങൾക്കും പ്രയോജനമില്ല. വലൈസ ശൈഉം മിനൽ അസ്ബാബി അൻഫാ മിനദ് ദുആഇ വലാ അബ്ലഗ ഫീ ഹുസൂലിൽ മത്ലൂബി, അതുകൊണ്ട് ഇതൊന്നും എന്താണ് ദുആയുടെ ഏറ്റവും പ്രയോജനപ്പെട്ടത് കാരണങ്ങളല്ല എന്ന് പറയുന്നത് ശരിയല്ല. ഉമറു യസ്തൻസിറു ബിദ്ദുആ, ഇനി സഹാബാക്കളുടെ നിലപാട് എന്തായിരുന്നു? റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു യസ്തൻസിറു ബിദ്ദുആ, ദുആ കൊണ്ട് സഹായം തേടിയിരുന്നു. വലമ്മാ കാന സഹാബത്തു റളിയല്ലാഹു അൻഹും അഅലമുൽ ഉമ്മത്തി ബില്ലാഹി വറസൂലിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സഹാബത്തായിരുന്നു റളിയല്ലാഹു അൻഹും അല്ലാഹുവിനെ കുറിച്ചും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചും ഏറ്റവും അറിവുള്ളവർ, ഈ ഉമ്മത്തിലെ ഏറ്റവും അറിവുള്ളവർ. വഅഫ്ഖഹും ഫീ ദീനിഹി, ദീനിൽ ഏറ്റവും ദീനിനെ മനസ്സിലാക്കിയവർ. കാനു അഖ്വമ ബിഹാദ സബബി, ഈ കാരണങ്ങൾ നടപ്പിലാക്കുന്നതിൽ ഏറ്റവും ദൃഢനിശ്ചയമുള്ളവരായിരുന്നു അവർ. വശുറൂത്തിഹി, അതിന്റെ ഉപാധികൾ. വആദാബിഹി, അതിന്റെ മര്യാദകൾ. മിൻ ഗൈരിഹിം, അവരല്ലാത്തവരെക്കാൾ. വഖാന ഉമർ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു ആയിരുന്നു യസ്തൻസിറു ബിഹി അലാ അദുബിഹി, അദ്ദേഹത്തിന്റെ ശത്രുവിനെതിരെ സഹായം തേടിയിരുന്നു. വഖാന അഅദമ ജുന്ദിഹി, അദ്ദേഹം ഏറ്റവും വലിയ സൈന്യമായിരുന്നു. വഖാന യഖൂലു ലി അസ്ഹാബിഹി, അദ്ദേഹത്തിന്റെ സഹാബത്തിനോട് പറയുമായിരുന്നു, ലസ്തും തുൻസറൂന ബികസ്റത്തിൻ, നിങ്ങൾ അംഗസംഖ്യയിൽ സഹായം തേടരുത്, എണ്ണത്തിന്റെ വർധനവ്, അധികം എണ്ണം, അതിന്റെ മേൽ സഹായം തേടരുത്. വൈന്നമാ തുൻസറൂന മിനസ് സമായി, നിങ്ങൾ ആകാശത്ത് നിന്ന് സഹായം തേടുക. വഖാന യഖൂലു, അദ്ദേഹം പറയുമായിരുന്നു, ഇന്നി ലാ അഹ്മിലു ഹമ്മൽ ഇജാബത്തി, ഉത്തരം കിട്ടുന്നതിലല്ല എനിക്ക് ആശങ്ക. വലാകിൻ ഹമ്മ ദുആഇ, ദുആയിലാണ് എനിക്ക് ആശങ്ക. ഫൈദാ ഉൽഹിതും മുദ്വാ, നിങ്ങൾ ദുആയിൽ വിജയിച്ചാൽ ഫഇന്നാ ലിഇജാബത്തി മഅഹു, തീർച്ചയായും അതിൽ ഉത്തരം ലഭിക്കും. വഹദ ഷാഇറു, ഒരു കവി എടുത്തു ഹാദൽ മായന, ഈ അർത്ഥം. ഫനദമഹു ഫഖാല, അദ്ദേഹം എന്നിട്ട് എഴുതി അദ്ദേഹത്തിന്റെ കവിതയിൽ അദ്ദേഹം പറഞ്ഞു, ലൗ ലം തുരിദ് നൈല മാ അർജു വഅത്ലുബുഹു മിൻ ജൂദി കഫൈക മാ അബ്ബത്നി ത്വലബ, ഞാൻ തേടുന്നതും പ്രതീക്ഷിക്കുന്നതും നിന്റെ ഉദാരമായ കയ്യിൽ നിന്ന് നീ എനിക്ക് തരാൻ ആഗ്രഹമില്ലെങ്കിൽ അപ്പോൾ അത് തേടുന്നതും പ്രതീക്ഷിക്കുന്നതും നീ എന്നെ ശീലമാക്കിയിട്ടില്ല.
ഫമൻ ഉൽഹിമ ദുആ ഫഖദ് ഉരീദ ബിഹി അൽ-ഇജാബ. ദുആ കൊണ്ട് വിജയിച്ചവൻ അവൻ ഉത്തരം കിട്ടും. ഫഇന്നല്ലാഹ സുബ്ഹാനഹു യഖൂൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്, ഉദ്ഊനി അസ്തജിബ് ലക്കും, എന്നോട് ദുആ ചെയ്യുക, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകും. സൂറത്ത് ഗാഫിറിലെ 60-ാം വചനം. വഖാല, അല്ലാഹു പറഞ്ഞിട്ടുണ്ട്, വഇദാ സഅലക ഇബാദി അന്നി, നിന്നോട് എൻ്റെ അടിമകൾ എന്നെക്കുറിച്ച് ചോദിച്ചാൽ, ഫഇന്നി ഖരീബുൻ, പറയുക തീർച്ചയായും ഞാൻ സമീപസ്ഥനാകുന്നു. ഉജീബു ദഅവത ദാഇ ഇദാ ദഅാനി, ദുആ ചെയ്യുന്ന ആളുടെ ദുആക്ക് ഞാൻ ഉത്തരം ചെയ്യുന്നതാണ്. വഫീ സുനനി ഇബ്നു മാജ മിൻ ഹദീസ് അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു, അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇബ്നു മാജയിലെ സുനൻ ഇബ്നു മാജയിൽ വന്ന ഹദീസ്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ലം യസ്അലില്ലാഹ യഗ്ളബ് അലൈഹി, ആര് അല്ലാഹുവിനോട് ചോദിക്കുന്നില്ലയോ അവന്റെ മേൽ അല്ലാഹുവിന്റെ കോപമുണ്ടാകും, അല്ലാഹു അവനോട് കോപിക്കും. ബാറകല്ലാഹു ഫീക്കും. നമുക്കിവിടെ നിർത്താം. സുബ്ഹാനകല്ലാഹു വ ബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അത്തൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.